ശരീരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയതിന് കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂവിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവം വലിയ വാർത്തയാവുകയും ചെയ്തു. എന്നാൽ ഇതേക്കുറിച്ചുള്ള വാർത്തകൾക്കും പോസ്റ്റുകൾക്കും താഴെ വരുന്ന കമന്റുകളിൽ ക്രൂ എന്നൊരു സിനിമയെ പറ്റിയുള്ള സംസാരം വളരെ കൂടുതലായിരുന്നു. ആ സിനിമ കണ്ടിട്ടാണ് ഇവർ ഇതിന് ഇറങ്ങിത്തിരിച്ചതെന്നൊക്കെ നിരവധി ആളുകൾ പറയാൻ തുടങ്ങി. സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. സിനിമകൾ കണ്ട് കഞ്ചാവ് വളർത്തുന്നവരും സിനിമാ സ്റ്റൈൽ കൊലപാതകം നടത്തുന്നവരും ഒക്കെയുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ സിനിമ കണ്ടിട്ടാണ് അവർ സ്വർണം കടത്താൻ ഇറങ്ങിത്തിരിച്ചതെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. എന്നാൽ ഈ സംഭവം ക്രൂ സിനിമയുമായി താരതമ്യം ചെയ്യാൻ ചില കാരണങ്ങളുമുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഷാറൂഖ് ഖാന്റെ ചിത്രത്തെ പോലും കടത്തിവെട്ടി കളക്ഷനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് 3 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ക്രൂ. തബു, കരീന കപൂർ, കൃതി സനോൺ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഈ സിനിമ ശരിക്കും ഈ വർഷത്തെ ബോളിവുഡ് ബോക്സ് ഓഫീസിന്റെ അത്ഭുതമായിരുന്നു എന്ന് തന്നെ പറയാം. ആഗോളതലത്തിൽ ഈ ചിത്രം 150 കോടിയിലേറെയാണ് നേടിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 83.07 കോടിയോളം നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രം കഴിഞ്ഞ ആഴ്ച നെറ്റ്ഫ്ലിക്സിലും എത്തി. റിപ്പോർട്ടുകൾ അനുസരിച്ച് OTTയിലും ചിത്രം വലിയ കുതിപ്പാണ് നടത്തുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ 5.4 ദശലക്ഷം വ്യൂസ് ആണ് നെറ്റ്ഫ്ലിക്സിൽ നേടിയതെന്നാണ് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഷാറൂഖ് ഖാന്റെ ഡെങ്കിയുടെ ആദ്യ ആഴ്ചയിലെ റെക്കോർഡാണ് ക്രൂ മറികടന്നത്. കൂടാതെ നെറ്റ്ഫ്ലിക്സിന്റെ ആഗോള ടോപ്പ് 10 ലിസ്റ്റിലെ ആദ്യ ആഴ്ചയിലെ റാങ്കിങ്ങിൽ രൺബീർ കപൂറിന്റെ അനിമലിനെയും ക്രൂ മറികടന്നിട്ടുണ്ട്. രാജേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം അത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. മിഡിൽ ഏജിൽ നിൽക്കുന്ന ക്യാബിൻ ക്രൂ ആയ 3 സ്ത്രീകളുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. തങ്ങളുടെ ശമ്പളത്തിന് പുറമെ അതിൽ കൂടുതൽ പണം നേടാൻ ഫ്ലൈറ്റിലെ ക്രൂ ആയ ഈ 3 സ്ത്രീകൾ നടത്തുന്ന ചില ശ്രമങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ കോമഡി ത്രില്ലറിന്റെ പശ്ചാത്തലം. ഒരു കംപ്ലീറ്റ് ഹീറ്റ് കോമഡി എന്റർടൈനർ ആണ് ഈ ചിത്രം. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂവിന്റെ സ്വർണം കടത്തൽ ഈ സിനിമയുമായി പലരും കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ ഈ ക്യാബിൻ ക്രൂ വർക്ക് ചെയ്യുന്ന വിമാന കമ്പനിയിൽ ശമ്പള പ്രതിസന്ധി വരികയും അതിനെതിരെ ആളുകൾ സമരം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതിസന്ധിക്കിടയിൽ അതിനെ തരണം ചെയ്യാനും കൂടുതൽ പണത്തിനും വേണ്ടിയാണ് ഈ 3 സംഘം സ്വർണം കടത്തുന്നത്. ഇനി യഥാർത്ഥ സംഭവത്തിലേക്കും വാർത്തകളിലേക്കും വരുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിലെ ശമ്പള പ്രതിസന്ധിയും ജീവനക്കാരുടെ സമരവുമൊക്കെ. ഇതൊക്കെ കൂട്ടിവായിച്ചുകൊണ്ടാണ് ആളുകൾ ഈ സംഭവത്തെയും ക്രൂ സിനിമയെയും ബന്ധിപ്പിക്കുന്നത്. സംഭവത്തിലെ സത്യാവസ്ഥ ഇതൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച ചൂടുപിടിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.